എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നേരമ്പോക്കിന് വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്തായ ഉണ്ണിയുടെ അമ്മയോട് ഒരു കളവ് പറയേണ്ടി വന്നു. അപ്പോൾ ആ കളവ് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്താണെന്നൊന്ന് കാണുക. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ, ഇതൊരു തമാശയ്ക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഇന്നാള് എൻ്റെ കയ്യിൽ മേടിച്ച കാശ് തന്നില്ല. ഇന്നാളേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയേ, ഇന്നാളെ എൻ്റെ കാശ് വാങ്ങിയില്ലേ? ഓർമ്മയുണ്ട? എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയില്ലേ? അതെന്താ തരാത്ത? ചേച്ചി വാങ്ങിയേ. അതല്ല, ചേച്ചി എൻ്റെ കയ്യിൽ വാങ്ങിയില്ലേ? ചേച്ചി എൻ്റെ കയ്യിൽ കാശ് വാങ്ങിയില്ലേ? ചേച്ചി എൻ്റെ കയ്യിൽ കാശ് വാങ്ങിയില്ലേ? അത് എന്താ തരാത്ത? ഉണ്ണിയല്ല, ലക്ഷ്മി ചേച്ചി. ഞാൻ മേടിച്ചിട്ടില്ല. അപ്പൊ ഇന്നാള് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് ഞാൻ പാലിന് പോയിപ്പോ മോനെ എൻ്റെ അല്ല, എന്നോട് പറഞ്ഞു 100 രൂപ വേണമെന്ന് പറഞ്ഞു. ഒരു 10 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. 2 പാത്രമായിട്ട് പാലിന് പോയില്ലേ രാവിലെ? അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു മോനെ കാശുണ്ടെങ്കിൽ ഒരു 100 രൂപ തരാൻ പറഞ്ഞില്ലേ? ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ മേടിച്ചില്ലടൊക്കെ ഒരു 5 പൈസ ഞാൻ മേടിച്ചില്ല. ഒരാളോട് ഞാൻ മേടിച്ചില്ല. ഇതെന്താണെന്ന് നോക്കിയ വാങ്ങിയില്ലേ? എന്റെ പൊന്നുമോനെ, ഞാനൊരു മറ്റരോട് അല്ല എന്നോട് വാങ്ങി ഇല്ല. നിന്നോട് ഞാൻ മേടിച്ചില്ല. നിന്റെ ഓർമ്മക്കേടായിരിക്കും. നിന്നോട് ഒരു കാലത്ത് ഞാൻ ഒരു 5-10 രൂപയുടെ കാശ് ഞാൻ മേടിച്ചിട്ടില്ല. എന്നോട് വാങ്ങിയില്ല. അപ്പൊ ഞാൻ അന്ന് പാലിന് പോയിപ്പോ എന്നെ വിളിച്ചോണ്ട് പറഞ്ഞു മോനെ എനിക്ക് കാശിന് ഒരു 100 തരാൻ പറഞ്ഞത് ഓർമ്മയില്ലേ ചേച്ചിക്ക്? ഞാൻ മേടിച്ചില്ല. പിന്നെ ഒരാളോടും മേടിച്ചില്ല. മേടിക്കില്ലേ? അത് വളരെ മോശമായി. ഒരു എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചുണ്ട്, കാശില്ല മേടിച്ചില്ല എന്ന് പറഞ്ഞു. ആരോ മേടിച്ചേക്കണെന്ന് ഓർത്ത് നോക്ക്. ലക്ഷ്മി ചേച്ചിയാണ്. ഞാൻ പറയട്ടെ, ഉണ്ണിയുടെ അമ്മയല്ലേ? ഉണ്ണിയുടെ അമ്മയല്ലേ? സതീശൻ ചേട്ടൻ്റെ ഭാര്യയല്ലേ? സന്ധ്യ അല്ലേ? ഉണ്ണിയുടെ ഭാര്യ സന്ധ്യ അല്ലേ? അപ്പൊ അപ്പൊ എനിക്ക് ആള് മാറിയിട്ടില്ല. ഞാൻ മേടിച്ചിട്ടില്ല. ഗുരുദേവൻ തന്നെയാണ് ഒരു 5 പൈസ മേടിച്ചിട്ടില്ല. എന്റെ പൊന്നുമോനെ. പക്ഷേ ഞാനന്ന് രാവിലെ പാലിന് പോയപ്പോ ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി തന്നെയാണ് എന്നോട് വാങ്ങിയത്. ഞാൻ മേടിക്കെന്തിനാ? അത് മോശമായി പോയി. അത് മേടിച്ച കാശ് തരേണ്ടതാണ്. എന്നെ ഒന്ന് മേടിച്ചല്ല, അവിടെ വെച്ച് മേടിച്ചതാണ്. അവിടെ വെച്ച് ഞാനൊരു രാവിലെ വേലഞ്ചേട്ടൻ കണ്ടതാ. വേലഞ്ചേട്ടനെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയിപ്പിക്കാം. വേറെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ട് ഓർത്ത് നോക്ക്. അല്ലാതെ ഞാൻ മേടിച്ചില്ല. ഗുരുദേവനെ പിടിച്ചാണില്ലേ? ഞാൻ മേടിച്ചില്ല. ഒരു 5 പൈസ ഒരാളോട് ഞാൻ മേടിക്കില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യട്ടെ, ലക്ഷ്മി ചേച്ചീനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ. കേട്ടാ, പറ്റിക്കാൻ വേണ്ടിയാ പറഞ്ഞതാ. പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാ. അത് ശരി, ഞാൻ മേടിക്കില്ല. ഞാൻ ഒരു 5 പൈസ ഈ പാല ഒരു തമാശ പറയണ്ടേ? അപ്പൊ ഞാൻ തമാശ പറഞ്ഞതാ. അല്ല, ഞാനത് പറഞ്ഞപ്പോ വിഷമുണ്ടായ? നമസ്കാരം. ഞാനിന്ന് മൈത്രയില് എൻ്റെ സുഹൃത്തായ ഉണ്ണിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നല്ല, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഉണ്ണിയുടെ അമ്മയായിട്ട് ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അമ്മയ്ക്ക് ഞാനത് എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഒരു വിഷമം പോലെ തോന്നി. അപ്പോൾ പിന്നീട് ഞാനത് യഥാർത്ഥ കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടി ഞാൻ വീണ്ടും രാത്രി ഇവിടെ എത്തിച്ചേർന്നേക്കാണ്. അപ്പോൾ അമ്മയ്ക്ക് ഞാനൊരു ഓണക്കോടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓണക്കോടി കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തായ ഉണ്ണീന്, അതുപോലെ തന്നെ ഉണ്ണിയുടെ അമ്മേന് ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ മൈത്രയിലെ ലക്ഷ്മി കുട്ടിയമ്മ.
അപ്പോൾ എൻ്റെ സുഹൃത്താണ്, ഉണ്ണിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അമ്മയായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഞാൻ ഇന്ന് രാവിലെ പറ്റിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അമ്മയ്ക്ക് ഒരു ചെറിയ ഓണക്കോടി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് സന്തോഷത്തോടെ സ്വീകരിക്കുക.